പ്രൈസലോ, വിശ്വാസത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. വിശ്വാസി പോർക്കളത്തിലാണ്, കാരണം നല്ല യുദ്ധസേവ ചെയ്യേണ്ടതിനാണ്. പൗലോസ് എന്ന യുദ്ധസേവ ചെയ്യാൻ തയ്യാറായ, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഏറ്റവും നല്ലൊരു പോരാളിയായിരുന്ന പൗലോസ് പറയുകയാണ്, എഫെസ്യ ലേഖനം 6:10 മുതൽ പറയുകയാണ്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. ആദ്യം നമുക്ക് പോരാട്ടം ഉണ്ടാകേണ്ടത് ജഡരക്തങ്ങളോടല്ല. ആരോടാണ്? ദുഷ്ടപിശാചിനോടുള്ള ഒരു പോരാട്ടം നമുക്ക് വേണം. കണ്ണുകളിൽ, കാതുകളിൽ, ഹൃദയത്തിൽ, മനസ്സിൽ, ജഡത്തിൽ, ഇതിനെല്ലാം നമുക്കൊരു പോരാട്ടം വേണം. നമ്മളെ തോൽപ്പിക്കുവാൻ പിശാചിന് അവസരം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുത്തോ അവൻ അവിടെ കയറിപ്പറ്റും. ഇന്ന് കർത്താവ് നമ്മോട് പറയാ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിന് ദൈവത്തിന്റെ സകല ആയുധവർഗവും ധരിക്കണം. നമ്മളോട് കർത്താവ് പറയാണ്, ഇതാ വിശ്വാസിയായ നമ്മുടെ ഓരോരുത്തരോടും കർത്താവ് പറയാണ്, യേശു ക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കാനും യേശുവിനെ ആരാധിക്കാനും യേശുവിന്റെ നാമം പറയുകയും യേശുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന നമ്മോട് പറയുകയാണ്, പിശാച് നിന്നെ വലിയ തന്ത്രപരമായിട്ട് നിന്റെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് മാറ്റാനുള്ള പ്രവൃത്തിയെടുക്കും. അതുകൊണ്ട് നീ അവനെ തിരിച്ചറിയണം, അവന്റെ പ്രവർത്തനങ്ങളെ തിരിച്ചറിയണം. അതറിയണമെങ്കിൽ ആയുധവർഗങ്ങൾ ധരിക്കണം. അവനെതിരെ പടവെട്ടണ്ടേ? തിരിച്ചറിഞ്ഞാൽ മതിയോ? പടവെട്ടേണ്ട ആയുധവർഗം ധരിക്കേണ്ടതിനാണ് നമുക്ക് പോരാട്ടമുള്ളത്. ജഡരക്തങ്ങളോടല്ല. നമുക്ക് പോരാട്ടം നമ്മുടെ സഹോദരങ്ങളോടോ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവരോടോ, അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികളോടോ, നമ്മളെ എതിർക്കുന്നവരോടൊക്കെ അല്ലേ നമുക്ക് പോരാട്ടമുള്ളത്. എന്നാൽ കർത്താവ് പറയാണ്, ജഡരക്തങ്ങളോട് വേണ്ട പോരാട്ടം. ആരെയും നമ്മൾ വേദനിപ്പിക്കരുത്, ആരെയും നമ്മൾ ദുഃഖിപ്പിക്കരുത്. നമുക്ക് ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ സാഹചര്യം അനുസരിച്ച് നമ്മൾ ചെയ്യുവാനും സ്നേഹിക്കുവാനും കരുണ കാണിക്കുവാനും പ്രവർത്തിക്കുവാനും ഇടയാകണം. നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്നത് നല്ലതാണെന്ന്. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ പ്രവൃത്തി നല്ലതാണെന്ന് നമ്മോട് പറയുന്ന വിധത്തിലേക്ക് നമ്മൾ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് പോരാട്ടം ജഡരക്തങ്ങളോടല്ല, പിശാചിനോടാണ്. ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും ആകാശമണ്ഡലങ്ങളിലെ ദുഷ്ടസേനയോടുമത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർക്കാനും സകലവും നിറവേറ്റിക്കൊണ്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവ ആയുധവർഗവും ധരിച്ചുകൊള്ളുവിൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാനത്തിന് സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച കൊണ്ടുപോകുവിൻ. ഇവിടെ നമുക്ക് മനസ്സിലാക്കണം, വിശ്വാസം എന്ന പരിധി എടുത്തുകൊണ്ട് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ നമ്മൾ തയ്യാറാകണം. രക്ഷ എന്ന ശിരോസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും എടുത്തു കൊള്ളുവിൻ. ഇവിടെ എന്തിനാണ് ഇതൊക്കെ എടുക്കേണ്ടത്? ഇതെടുക്കേണ്ടത് പിശാചിനെതിരെ യുദ്ധം ചെയ്യേണ്ടതിനാണ്. നമ്മുടെ വിശ്വാസ ജീവിതം, യുദ്ധസേവ, അത് തകർന്നു പോകാത്ത വിധത്തിൽ കർത്താവിൽ സുരക്ഷിതമാണെന്നുള്ള ബോധ്യത്തോടുകൂടെ നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് കർത്താവ് വിളിച്ചത്. സകല പ്രാർത്ഥനയിലും, വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക, 18-ാമത്തെ വചനം, സകല പ്രാർത്ഥനയിലും യാചനയിലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുവിൻ. പൗലോസ് പറയുക,
ഇത് നമുക്ക് വേണം. യുദ്ധസേവ പ്രാർത്ഥനയിലൂടെ നമ്മൾ ജയിക്കണം പ്രിയമുള്ളവരെ, പരാജയപ്പെടാനല്ല. അപ്പോസ്തലന്മാര് 1 മണിക്കൂർ ഉണർന്നു നിന്ന് പ്രാർത്ഥിക്കാത്തത് കൊണ്ട് പ്രലോഭനത്തിൽ ഉൾപ്പെട്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന പ്രലോഭനത്തെ അതിജീവിക്കുന്ന വിധത്തിലാകണം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മൾ വിശ്വാസ പോർക്കളത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ ആയുധവർഗം എല്ലാം ധരിച്ചിട്ട് വേണം പ്രാർത്ഥിക്കാൻ. കർത്താവിനോട് കൂടെ പ്രാർത്ഥനയിൽ നമുക്ക് മുന്നേറാം. കർത്താവേ, എന്റെ വിശ്വാസം ഉറപ്പിച്ച് പിശാചിനെതിരെ പടവെട്ടാൻ തക്കവണ്ണം അഭിഷേകത്തിന്റെ ശക്തി നിറഞ്ഞ ആയുധവർഗം ധരിച്ച് പ്രാർത്ഥനയാൽ ബലം പ്രാപിക്കേണ്ടതിനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൃപയും ഞങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. എല്ലാവരെയും, ഈ വചനം കേൾക്കുന്ന എല്ലാവരേക്കും ഈ അഭിഷേകം നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.